ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നെല്ലിക്ക വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാവരും നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നതാണ്. ഞാൻ എങ്ങനെയാണ് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനായിട്ട് 1 കിലോ നെല്ലിക്ക നല്ലവണ്ണം കഴുകി തുടച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റിയെടുക്കണം. പത്ത് മിനിറ്റ് ആവി കയറ്റിയപ്പോൾ എനിക്ക് ഇതുപോലെ സൈഡൊക്കെ പൊട്ടിക്കിട്ടിയിട്ടുണ്ട്. ചിലർ ഉപ്പുവെള്ളത്തിലിട്ട് തിളപ്പിച്ചും എടുക്കാറുണ്ട്. കുറച്ചുകൂടി ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാതെ തന്നെ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഇതെല്ലാം കുരു കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടുകും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. കടുക് ഇതുപോലെ പൊട്ടി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കുന്നതിന് ഒരു പാൻ വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അച്ചാറുകൾക്ക് നല്ലെണ്ണയാണ് നല്ലത്. 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ എന്നിവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നീളത്തിൽ 2ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. ചെറുതായിട്ടൊന്ന് ചതച്ചു വെച്ചിരിക്കുന്ന കാന്താരി മുളകും കൂടി ഇടാം. ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം വേണം അളവ് ഇടാനായിട്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാനുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സിമ്മിലാക്കുകയോ ചെയ്യണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി. അച്ചാർ പൊടി ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, നിർബന്ധമില്ല. ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് തിളപ്പിച്ച 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് എണ്ണ തെളിയുന്നത് വരെ തിളയ്ക്കണം. അപ്പോൾ അതിൻ്റെ ചാറുമൊക്കെ ഒന്ന് കുറുകി വരും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും ചേർക്കാം. ഓരോ ടേബിൾ സ്പൂൺ വീതം രണ്ടും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അധികം നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമില്ല, ഇത് വറുത്ത് പൊടിച്ചതുകൊണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗ്രേവിയൊക്കെ നെല്ലിക്കയിൽ പൊതിഞ്ഞ് വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി പോരാ എന്ന് തോന്നുവാണെങ്കിൽ വേറൊരു പാൻ വെച്ചിട്ട് മുളക് പൊടി ചൂടാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അച്ചാർ പൊടി ആയാലും മതി. ഇനി നമുക്ക് ടേസ്റ്റ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എല്ലാ അച്ചാറിനും ഞാൻ പഞ്ചസാര ചേർക്കാറുണ്ട് ലാസ്റ്റ്. ഉപ്പും പുളിയും ഒക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അച്ചാറിന് കുറച്ചുകൂടി സ്വാദ് കൂടും. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തിക്ക് ഗ്രേവിയിലുള്ള അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് ബോട്ടിൽ ചെയ്ത് വയ്ക്കണം. ബോട്ടിൽ ചെയ്ത് വയ്ക്കാനായിട്ട് നല്ലവണ്ണം കഴുകിയെടുത്ത ബോട്ടിലും 1 പീസ് വെള്ള തുണിയും കൂടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഒരു 10 മിനിറ്റ് ഇഡ്ഡലി പാത്രത്തിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റീമറിലോ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. അപ്പോഴേക്കും ഇത് ഏകദേശം സ്റ്റെറിലൈസ് ആയിട്ടുണ്ടാവും. പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇങ്ങനെ ചെയ്യരുത്. ചില്ല് പാത്രങ്ങളും ചില്ലടപ്പുകളും മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് നല്ലവണ്ണം സ്റ്റെറിലൈസ് ആയിട്ടുണ്ട് ഈ തുണിയും കുപ്പിയും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കുപ്പിയുടെ വശങ്ങളിലും അടിഭാഗത്തുമൊക്കെ നല്ലവണ്ണം പുരട്ടിയെടുക്കണം. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ തുണി വെച്ച് ഒന്ന് നല്ലെണ്ണയിൽ മുക്കി ആ തുണി കൊണ്ടൊന്ന് തുടച്ച് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ബോട്ടിൽ ചെയ്തു. അടുത്ത ബോട്ടിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ലവണ്ണം തടകിയ കുപ്പിയിലേക്ക് നമുക്ക് പിക്കിൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ പിക്കിൾ നിറച്ചതിന് ശേഷം വശങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. ഇനി അതിന് ശേഷം നല്ലെണ്ണയിൽ മുക്കിയൊരു തുണി കൊണ്ട് വശങ്ങളൊക്കെ ഒന്ന് തുടയ്ക്കാം. നല്ലെണ്ണയുടെ അംശം വശങ്ങളിലൊക്കെ പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ അച്ചാർ ഒട്ടും കേടുകൂടാതെ തന്നെ ഇരുന്നോളൂ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ. ഇതിപ്പോൾ നല്ലെണ്ണയിൽ മുക്കിയ ഒരു തുണി ഞാൻ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുവാണ്. ചൂടാക്കിയ നല്ലെണ്ണയിലാണ് മുക്കിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ടും കുറച്ച് നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്യാം. കവറിലും നമ്മൾ നേരത്തെ തന്നെ നല്ലെണ്ണ പുരട്ടി വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അച്ചാർ ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇത് 1 വർഷം വരെയൊക്കെ നമുക്കിങ്ങനെ കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇതാവുമ്പോൾ കുറേ നാൾ കേടുകൂടാതെ ഇരുന്നുള്ളൂ. ഞാനാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്